ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഫെദർ സ്റ്റിച്ചിൻ്റെ സെക്കൻഡ് മെത്തേഡും തേർഡ് മെത്തേഡും എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ചെയ്യാനായിട്ട് നമുക്ക് 3 ലൈൻസ് സ്റ്റിച്ച് ബോർഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. 6 ലെയറിൽ ഒരു മൾട്ടി കളർ ത്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ത്രെഡിൻ്റെ അറ്റത്തായിട്ട് നോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സെൻറ്റർ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ഫെദർ സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്ത അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. താഴത്തെ ലൈനിൽ സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഫെദർ സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് മെത്തേഡിൽ നമുക്ക് താഴത്തെ ലൈനിൽ ഒരു സ്റ്റിച്ച് മാത്രം മതിയായിരുന്നു. ഈ സെക്കൻഡ് മെത്തേഡിൽ 2 സ്റ്റിച്ച് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ച് കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തെ ലൈനിൽ നിന്ന് സെൻറ്റർ ലൈനിലോട്ട് നീഡിൽ കുത്തി കൊടുക്കാം. മുന്നത്തെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്തതുപോലെ തന്നെ ബാക്കി വരുന്ന ത്രെഡ് നീഡിലിൻ്റെ താഴ്വശത്തൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കണം. താഴ്വശത്ത് 2 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് മുകൾ വശത്ത് 2 സ്റ്റിച്ചാണ്. ഫെദർ സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. ഇതിൽ നമ്മൾ സ്റ്റിച്ചിൻ്റെ എണ്ണം കൂട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഫെദർ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഒരുപാട് മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഞാനിവിടെ 3 ലൈൻസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് 4 ലൈൻസിലും ചെയ്യാവുന്നതാണ്. മുകളിലത്തെ ലൈനിൽ ഒരു സ്റ്റിച്ച് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് കൂടി ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ബോർഡിൽ ലൈന് മാർക്ക് ചെയ്ത് അത്രയും ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മുകളിൽ 2 സ്റ്റിച്ച്, താഴെ 2 സ്റ്റിച്ച്, ആ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഫെദർ സ്റ്റിച്ചിൻ്റെ സെക്കൻഡ് മെത്തേഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു 3 മെത്തേഡും സ്റ്റിച്ചിൻ്റെ എണ്ണത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പം നമുക്ക് തേർഡ് മെത്തേഡിൽ എങ്ങനെയാണ് ഫെദർ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. തേർഡ് മെത്തേഡ് ചെയ്യാൻ 6 ലെയറിൽ തന്നെയാണ് ത്രെഡ് എടുക്കേണ്ടത്. 3 ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ത്രെഡിൻ്റെ അറ്റത്തായിട്ട് നോട്ട് ഇട്ട് കൊടുക്കാം. സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് സെൻറ്റർ ലൈനിൽ നിന്ന് തന്നെയാണ്. നീഡിൽ മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം താഴത്തെ ലൈനിലാണ് ഫസ്റ്റ് സ്റ്റിച്ച് വേണ്ടത്. സെക്കൻഡ് മെത്തേഡിൽ 2 സ്റ്റിച്ചാണ് താഴ്ഭാഗത്ത് വന്നത്. ഇതിപ്പോൾ തേർഡ് മെത്തേഡാണ്. തേർഡ് മെത്തേഡിൽ 3 സ്റ്റിച്ചാണ് താഴ്ഭാഗത്തേക്ക് കൊടുക്കുന്നത്. ഫെദർ സ്റ്റിച്ചിൻ്റെ ബേസിക് ആയിട്ടുള്ള മെത്തേഡാണിത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇതിപ്പോൾ സ്റ്റിച്ചിൻ്റെ എണ്ണം കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ലൈൻസിൻ്റെ എണ്ണം കൂട്ടിയിട്ടോ ഒക്കെ മാറ്റം വരുത്താവുന്നതാണ്. താഴത്തെ ലൈനിലോട്ട് 3 സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം മുകളിലത്തെ ലൈനിലോട്ട് 3 സ്റ്റിച്ച്, ആ ഒരു രീതിയിലാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. താഴത്തെ ലൈനിലോട്ട് 3 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലത്തെ ലൈനിൽ 3 സ്റ്റിച്ച് വരികയാണ് വേണ്ടത്. അപ്പം മുകളിലത്തെ ലൈനിന് സെൻറ്റർ ലൈനിലോട്ട് നീഡിൽ കുത്തി കൊടുക്കുക. അതിനുശേഷം ബാലൻസ് വരുന്ന ത്രെഡ് നീഡിലിൻ്റെ താഴ്വശത്തൂടെ ഇട്ടിട്ട് പതുക്കെ വലിച്ചു കൊടുക്കാം.
ഫെദർ സ്റ്റിച്ചിൻ്റെ തേർഡ് മെത്തേഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്റ്റിച്ചുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.